ഒരാളോട് നല്ല ചിരിച്ച് സംസാരിക്കുക, ഒരാളോട് സന്തോഷകരമായി പെരുമാറുക എന്ന് പറയുന്നത് ബേസിക് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല. നേരെ തിരിച്ചാണ് പെരുമാറുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാകും. അപ്പം വളരെ സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ എന്നെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന പോലെയാണ് തിരിച്ചും. ശരിക്കും ഇതിലെ ലാലേട്ടൻ ആരാണ് ശരിക്കും? ആത്മീയമായ ചിന്തയെ മുൻതൂക്കം കൊടുക്കുന്ന ആളാണോ, ഒരു സാധാരണക്കാരനാണോ? അല്ല, അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അല്ല, അങ്ങനെ അല്ല, കാര്യമായിട്ട് പറയാണ്. ഞാൻ ആരാണ് എന്നാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ അന്വേഷണത്തിലാണ്. ഇത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോഴും പൃഥ്വിരാജേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയാണ് ലാലേട്ടൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 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 ഭയങ്കര രസമുള്ളൊരു വീഡിയോ യൂട്യൂബിൽ വന്നു. അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതിയാണ്. അവനെ കണ്ടോ, യൂട്യൂബിൽ രസമാണ് അവന്. അപ്പം ഞാൻ ഈ ലാലേട്ടനെ വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫോണിലല്ല നോക്കുക, ഞാൻ ലാലേട്ടൻ്റെ ഫേസിൽ നോക്കുക. ഇങ്ങനെ കൊച്ചു കുട്ടി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂപ്പര്. ഇതെങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ആയി പോകുന്നു? ഞാൻ ശരിക്കും ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ടായിരിക്കും. ലാലേട്ടൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വരാനിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല സിനിമ എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയാം, വരാനിരിക്കുന്ന നേര് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ നമ്മൾ കണ്ടത്, സാധാരണഗതിയിൽ ഒരു നായക കഥാപാത്രത്തെ കാണിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കഴിവോ എന്നതിനൊക്കെ അപ്പുറം നിസ്സഹായനായ ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് ട്രെയിലറിലുടനീളം കാണാൻ സാധിച്ചത്. ശരിക്കും അങ്ങനെ ഒരു നിസ്സഹായകത പർപ്പസ്ഫുള്ളി വന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീഷേ വേണ്ട എന്ന് കരുതി ശ്രമിച്ചതാണോ അങ്ങനെ ഒരു ക്യാരക്ടർ? അല്ലല്ല, കഥയിലെ കഥാപാത്രം അങ്ങനെയാണ്. ഈ നമ്മൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ, നേരെന്നുള്ള സിനിമയിലൊരു ഹീറോ, വില്ലൻ, ഹീറോയിൻ, അങ്ങനെ കൊമഡിയൻ എന്നൊക്കെയുള്ള ക്യാരക്ടർ ഇല്ല. അതിലെ കഥാപാത്രങ്ങളാണ്. അതിലെ ഒരു കഥാപാത്രമാണ് വിജയമോഹൻ. പക്ഷെ വിജയമോഹൻ്റെ ലൂടെ ആ കഥയിലെ ഒരുപാട് സംഭവങ്ങൾ ഉരുത്തിരിയുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാളാണ് അവിടുത്തെ ലീഡ് ആക്ടർ, അത്രയേ ഉള്ളൂ. അയാൾ ആദ്യമേ നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്കും ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു ഭയങ്കര സിനിമയാണോ അല്ലെങ്കിൽ ഇതിലൊരു ആക്ഷൻ സിനിമയാണെന്നൊന്നും ചിന്തിക്കാതിരിക്കാനും നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. അയാളുടെ നിസ്സഹായ അവസ്ഥ ആണ് ആ സിനിമയുടെ തുടക്കം. അതിൽ നിന്ന് അയാൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ കഥ. അയാളത് സത്യം കണ്ടെത്തുമോ അല്ലെങ്കിൽ സീക്കിങ് ജസ്റ്റിസ് നെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് 21-ാം തീയതി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അയാളതിൽ അവസാനം അത് തീരുന്നു. അങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. സിനിമയും അങ്ങനെയാണ്, ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ ഇപ്പോൾ പറ്റില്ല. ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങൾ നേരിനെ കാണുന്നത്. ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങളതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഇമോഷണൽ ഡ്രാമയാണ് ആ സിനിമ. അങ്ങനെയാണ്, ഒരു കോർട്ട് റൂം ഡ്രാമ എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സിനിമ വരുന്നത്. അപ്പോൾ ഒരു ആൾക്കാരെ ഒന്ന് എന്താ പറയുക, ഒരു അക്ലമറ്റൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസാണത്. കാര്യം പുള്ളിയുടെ നേരത്തെ സിനിമകൾ വെച്ചിട്ട് ഈ സിനിമ കാണരുത് എന്നൊരു ഒരു സറഗേറ്റഡ് ഒരു മെസ്സേജും കൂടെ അതിലുണ്ട്. ജിത്തുചേട്ടനെ സംബന്ധിച്ചോളം അതാണ്, ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല ആ കാര്യത്തിൽ. എന്തോ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വസിക്കാവോ ഈ പറഞ്ഞത്? അങ്ങനെ വിശ്വസിച്ച് വരുന്നവർ അവർ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം വളരെ സിമ്പിളായിട്ട്. ഇതിനു മുമ്പത്തെ സിനിമകളിലൊക്കെ ക്രൈംസ് ഉണ്ട്. അതെന്താണ്, ഒരു ക്രൈം നടക്കുന്നു, അത് ആരെങ്കിലും കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യുന്നു, അതിൻ്റെ ടെൻഷൻ, കണ്ടുപിടിച്ചത് ആരാന്നോർത്ത് അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പോയി ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്തയാൾ വേറെ ആളാന്ന് പറഞ്ഞ് ട്വിസ്റ്റ്, സസ്പെൻസ്, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതിനകത്തൊരു ക്രൈമുണ്ട്. ഇതിനകത്ത് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ, ആ ക്രൈം കഴിഞ്ഞിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞ്, ക്രൈം നടന്നു, അതിൻ്റെ പ്രതിയെ പിടിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഒരു ലീഗൽ സൈഡുണ്ട്. ഒരു ലീഗൽ, ഈ പ്രതി കോടതിയിലേക്ക് എത്തുവാണ്. കോടതിയിലെത്തുമ്പോൾ അവിടുന്ന് അയാൾ രക്ഷപ്പെടുവോ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കുവോ, ഈ ഏരിയയാണ് ഇത്തവണയും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ടോട്ടലി ക്രൈം കണക്റ്റഡ് ആണെങ്കിലും ഏരിയയിലുള്ള വ്യത്യാസം. പിന്നെ ഇതിനകത്ത് നിന്ന് തന്നെ എൻ്റെ സിനിമയുടെ ഒരു ജോണറെ മാറി, ഒരു കോർട്ട് റൂം ഡ്രാമയായി. ഇതിനകത്ത് ഞങ്ങളിത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം ഒത്തിരി ഇമോഷൻസിൻ്റെ സാധ്യതകളുണ്ട്.
സത്യസന്ധമായിട്ട് കേസ് വാദിക്കുന്ന പ്രോസിക്യൂഷൻ്റെ സൈഡിലുള്ള വക്കീലും ഡിഫൻസിൻ്റെ സൈഡിലുള്ള വക്കീലും രണ്ടുപേരും തമ്മിൽ നല്ല വാശിയോടെ മത്സരിക്കുന്നു. രണ്ടുപേരും ജയിക്കാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ അവർ ഉണ്ടാകുന്ന സെറ്റ് ബാക്സ്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ, അതുപോലെ തന്നെ പ്രതിക്കുണ്ട് ഒരു ഇമോഷൻ, പ്രതിയുടെ ഫാമിലിക്കൊരു ഇമോഷനുണ്ട്, ഈ പറഞ്ഞ പോലെ വിക്ടിമിന് എൻ്റെ ഫാമിലിക്കുള്ള ഇമോഷൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്തെ ഈ പറഞ്ഞ ഹീറോയുടെ അല്ലെങ്കിൽ ഇതിനകത്തെ പ്രോസിക്യൂഷൻ്റെ ശ്രമം എന്ന് വെച്ചാൽ ആ വിക്ടിമിന് നീതി വാങ്ങിച്ചു കൊടുക്കുക. അപ്പം ആ ഇമോഷണൽ ഇതിനകത്തോടുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് മജോറിറ്റി ഇത് കോർട്ട് റൂം ഡ്രാമയാക്കി കോടതി നമ്മൾ പ്ലേസ് ചെയ്തത്. പിന്നെ വേറൊരു പുതുമ എന്തെന്ന് പറയുന്നത് വെച്ചാൽ സാധാരണ കണ്ടിരിക്കുന്ന ഒരു കോടതി അല്ല ഇത്. സിനിമയിൽ കാണുന്ന കോടതി ഒറിജിനൽ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശാന്തിയോട് തന്നെ ഇത് എഴുതാൻ പറഞ്ഞത്. ഞാൻ എഴുതിയാൽ ശരിയാവത്തില്ല, അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിരിക്കണം, കോടതിക്കകത്ത് പല പല മാനറിസംസ്, ഓരോ ആർട്ടിസ്റ്റ് അല്ല ഓരോ ക്യാരക്ടർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ. പക്ഷേ ഒരു ചലഞ്ചുണ്ട്. ഈ മജോറിറ്റിയും കോടതി ആകുമ്പോൾ ഇത് എൻഗേജിങ്, ബോറടിപ്പിക്കാതെ ഇരുത്തണം. അത് ഞങ്ങൾ ഇവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിനകത്തൂടെ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു അവസാനം ഇത് ശിക്ഷിക്കോ ഇല്ലയോ എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോകുന്നൊരു കഥയിൽ എവിടെയാണ് ട്വിസ്റ്റ്? സസ്പെൻസിന് എന്താണ് പ്രസക്തി? ഇല്ല. അതാണ് യാഥാർത്ഥ്യം. സിദ്ദിഖ ശരിക്കും അങ്ങപ്പടയിൽ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കിനിടയിൽ വന്ന് ഒരു ക്ഷീണം മുഖത്തുണ്ട്. ശരി. അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള നേരത്തെ ഞാനിവിടെ വന്നിരുന്നപ്പോൾ മുതൽ നിങ്ങൾ തമ്മിലുള്ള സംസാരമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ്. ഞാൻ ഇക്ക തന്നെ ഇട്ട് ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു കുറിപ്പായിരുന്നു ഫേസ്ബുക്കിൽ. കന്മദം സമയത്ത് വിളിച്ചൊരു റോള് തന്നു, ലാലേട്ടൻ വിളിച്ച് അന്നു മുതൽ കാത്തു സൂക്ഷിക്കുന്നൊരു സൗഹൃദമാണ്. ഈ ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവാനുള്ള കാരണം എപ്പോഴെങ്കിലും ഉള്ളുകൊണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരിക്കും, എൻ്റെ ഒരു കൊതി ഉണ്ടായിരിക്കും. ഞാനിവരെയൊക്കെ സിനിമയ്ക്ക് പുറത്തു നിന്ന് കണ്ടിട്ട് ജസ്റ്റ് വന്ന് നേരിലൊക്കെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ മോഹിച്ച സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. കാരണം ഞാൻ സിനിമയിൽ വന്ന് അങ്ങനെ ഒരു വലിയ നടനാവണമെന്ന് മോഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവരെയൊക്കെ ഒന്ന് കാണണം, അടുത്ത് പരിചയപ്പെടണം എന്നൊക്കെ വിചാരിച്ച് മോഹിച്ച് വന്ന ആളാണ്. എനിക്കാണ് ഇത്രയും അടുത്ത സൗഹൃദം ഉണ്ടായത്. അപ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ലാലിനോടൊക്കെ ഉള്ളൊരു എന്താ പറയുക, അത്രയൊരു ഇഷ്ടവും സ്നേഹവും ബഹുമാനമൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഈ സൗഹൃദം ഉണ്ടാകാനുള്ള ഒരവസരം കിട്ടിയത്. എന്ന കാലം മുതൽ ഈ സൗഹൃദത്തിന് ഇത്രയും വാല്യൂ കൊടുത്ത ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലെന്ന് പറയേണ്ടി വരും. അത്രത്തോളം സൗഹൃദങ്ങളാണ് ലാലേട്ടൻ കാത്തു സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് സൗഹൃദത്തിന് ഇത്രയും വാല്യൂ ഒരു മനുഷ്യനെന്ന നിലയിൽ കൊടുക്കുന്നത്? അല്ല, ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളുടെ ധർമ്മമാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? നമുക്ക് ഒരാളോട് നല്ല ചിരിച്ച് സംസാരിക്കുക, ഒരാളോട് സന്തോഷകരമായി പെരുമാറുക എന്ന് പറയുന്നത് ബേസിക് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല. നേരെ തിരിച്ചാണ് പെരുമാറുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാകും. അപ്പം വളരെ സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ, എന്നെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന പോലെയാണ് തിരിച്ചും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പ്ലസൻ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം, പക്ഷേ അതൊക്കെ നമ്മുടെ വളരെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കാതെ വളരെ പോസിറ്റീവായിട്ടും വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഈ മൂഡ് മുഴുവൻ മാറും, അല്ലേ? ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് അതിൽ ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തെ ഞാൻ എങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതെന്ന് പറയുന്നതാണ് നിങ്ങളുടെ സന്തോഷവും. അത് എല്ലാത്തിലും കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് സൗഹൃദം ഉണ്ടാകുന്നത്. പിന്നെ ഒരു സുഹൃത്തെന്ന് പറയുന്നത്, ഇപ്പം സൗഹൃദം എല്ലാവരിടത്തും ഉണ്ടാകും, സുഹൃത്തുക്കൾ വളരെ കുറച്ചായിരിക്കാം, അല്ലേ? ഇപ്പം എല്ലാവരുമായിട്ട് നല്ലതായിട്ട് പെരുമാറുന്നതിലൊരു തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ആത്മീയമായ ചിന്തകളും ബോധങ്ങളും ആണോ ഇങ്ങനെയുള്ള ഒരു പക്ഷേ ആയിരിക്കാം. എൻ്റെ വളരെയധികം സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാ രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെയധികം സ്പിരിച്വൽ തിങ്കിങ്ങിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ അവരുമായിട്ട് പോകുമ്പോഴും ഞാൻ വേറൊരാളായിരിക്കാം, അല്ലേ? അപ്പോൾ അവരുമായിട്ടും ഞാൻ ഇത്തരം നർമ്മങ്ങൾ പങ്കിടാറുണ്ട്, ചില യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം മുതലുണ്ടായതല്ല, വളരെ കൊച്ചുകാലം മുതലേ അത്തരത്തിലുള്ള ഒരുപാട് പേരുമായിട്ട് അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള വാസനകളെ കൊണ്ടുവന്നിരിക്കുന്നത്.
ശരിക്കും ഇതിലെ ലാലേട്ടൻ ആരാണ് ശരിക്കും? ആത്മീയമായ ചിന്തയെ മുൻതൂക്കം കൊടുക്കുന്ന ആളാണോ, ഒരു സാധാരണക്കാരനാണോ? ഒരു നിർവചനം അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അല്ല അങ്ങനെ അല്ല, കാര്യമായിട്ട് പറയാണ് ഞാൻ ആരാണ് എന്നാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ അന്വേഷണത്തിലാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു പൂർണ്ണമായ ഒരു ആത്മീയമായ ഒരു ചിന്തയിലേക്ക് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? സാധ്യത നമുക്കറിയില്ല, ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പോക്കെന്നുള്ളത്. അതറിഞ്ഞാൽ അതിൻ്റെ രസവും പോകില്ലേ. അപ്പോൾ അതിലേക്ക് മനഃപൂർവ്വം അങ്ങനെ അതിലേക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷേ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ അത് എൻ്റെ സൗഹൃദങ്ങൾ കാരണമാണ്. അത് വീണ്ടും അത്തരം സുഹൃത്തുക്കളുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അത്രയും സിനിമകളോട് അല്ല, അങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുവാണല്ലോ. സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ആത്മീയതയും രണ്ട് ഫീലല്ലേ. അപ്പോൾ ഏതിനാ ഒരു മുൻതൂക്കം കൊടുക്കുക? ഇതിൻ്റെ അകത്തൂടെയുള്ള ഒരു ആത്മീയതയാണ് ഇപ്പം. അല്ല, അഭിനയിക്കുന്ന തന്നെ ഒരു മെഡിറ്റേഷൻ ആണെന്ന് ലാലേട്ടൻ പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മൾ വേറൊരാളായിട്ട് മാറുകയാണല്ലോ. അതായി മാറാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഭാഗ്യം. അപ്പോൾ പലർക്കും അത് ഒരു പക്ഷേ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് വേറൊരാളായിട്ട് മാറുന്നു. അങ്ങനെയാണ്, അതൊരു ഹൈ മെഡിറ്റേഷനാണ്. വേറൊരാളായിട്ട് മാറാനുള്ള ഒരു മെഡിറ്റേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആ ഷർട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് പറ്റില്ല, എനിക്കറിയില്ലായിരുന്നു പറയും. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താണ്, ആദ്യം മുതലേ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഉണ്ടായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഈ സിനിമയായാൽ തന്നെയും നമ്മൾ ഇപ്പോൾ ഇത് കുറച്ച് ഓർഡറിലൊക്കെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 32ാമത്തെ സിനിമ ഷോട്ടായിരിക്കും ആദ്യത്തെ എടുക്കുന്ന സീനായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഒന്നിലേക്കും ഒന്നിൽ നിന്ന് പിന്നെ 90ലേക്കും ഒരു യാത്രയാണ്. അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം സിനിമകളിൽ, വളരെ സീരിയസ് ആയിട്ട് സിനിമകളിൽ അങ്ങനത്തെ സീനുകൾ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏത് ആക്ടറിനും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു മോശം സ്ക്രിപ്റ്റ് ആണെങ്കിൽ വലിയ ആക്ടറായാലും അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ല നടനായാലും ശോഭിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. നല്ല സിനിമ സംവിധായകരുടെ കൂടെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ അതിപ്പോഴും തുടരുന്നു. അതിന് ഇനിയും തുടരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നല്ല സംവിധായകരും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലാലേട്ടൻ്റെ അടുക്കലേക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് എത്താനുള്ള സംവിധാനം ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. എന്താ നല്ല സ്ക്രിപ്റ്റ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? അല്ല, അതാണ് നല്ല സ്ക്രിപ്റ്റ് എന്ന് എല്ലാവരും അവകാശവാദം പറയും. പക്ഷെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കത് നമ്മൾ വായിച്ചിട്ടെല്ലാം കറക്റ്റെന്നല്ല പറയുന്നത്. നല്ല സ്ക്രിപ്റ്റ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? അത് വലിയ പ്രയാസമാണ്. ഒരു സ്ക്രിപ്റ്റും നല്ല സ്ക്രിപ്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് എല്ലാവരുടെയും ഒരുപാട് കാര്യങ്ങൾ അത്യപൂർവമായിട്ടേ ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടാറുള്ളൂ. അത് നമ്മൾ എഴുതുന്ന ആൾക്കെല്ലാം നല്ലതായിരിക്കാം. പക്ഷേ ഇവർ തന്നെ എത്രയോ 100 കണക്കിന് പേപ്പറുകൾ എഴുതിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു യാത്രയുണ്ട്. തീർച്ചയായിട്ടും പുതുതായിട്ടുള്ള എത്രയോ നല്ല സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ടില്ലേ നമ്മളെല്ലാം, ഞാനായാലും സിദ്ദിഖായാലും അല്ലെങ്കിൽ ഏത് ആക്ടേഴ്സും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടില്ലേ. തീർച്ചയായിട്ടും അത്തരം സിനിമകൾ വരട്ടെ. ഇപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിലും എത്രയോ ആക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, ഈ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കമലതളം പോലുള്ള സിനിമകളിൽ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൽ കഥക്കാണെങ്കിലും പല വേർഷൻസ് ചെയ്യുന്നുണ്ട്. ഇനി കഥകളിലേക്ക് വരികയാണെങ്കിൽ പോലും പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ്, വളരെ പരിചയസമ്പന്നനായ ഒരു കലാകാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ ചെയ്തത് പത്മസുബ്രഹ്മണ്യം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ ഞാൻ ലാലേട്ടൻ പറഞ്ഞു കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോർഷൻസ് നമുക്ക് കാണിക്കേണ്ടത് മാത്രം കാണിച്ചാലും മതി. അവിടെ എങ്ങനെയാണ് അതൊരു ലാലേട്ടനൊരു തീരുമാനം വരുന്നത്, ഇത് മതി എന്നുള്ളൊരു? അല്ല, ഞാൻ തീരുമാനിക്കുകയല്ലോ. വനപ്രസ്ഥം എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കഥകളി നടനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കി വലിയ കഥകളി നടന്മാരെല്ലാം എൻ്റെ അമ്മാവനും അമ്മായിയച്ഛനും ഒക്കെ ആയിട്ടാണ്, എൻ്റെ ഗുരുവൊക്കെ ആയിട്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ ഒരു ബ്ലെസ്സിങ്ങിലൂടെയാണ് അത് ചെയ്യുന്നത്. അവരെല്ലാം അതിൻ്റെ പുറകിൽ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ ശിക്ഷണത്തിൽ തന്നെയാണ് നമ്മൾ സീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഗുരുത്വം കൊണ്ട് ചെയ്തത് ശരിയായി. എല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റി.
തീർച്ചയായും എസ്പെഷ്യലി കഥകളി എന്നുള്ള ഒരു ആർട്ട് ഫോമിൽ എത്ര ഭംഗിയുള്ള ആളാണ്, അല്ലെങ്കിൽ എത്ര ഒരു രാജാനുബാഹുവായ ആളായാലും ആ വേഷമിട്ടാൽ വേഷപ്പകർച്ച കിട്ടണമെന്നില്ല, ചിലപ്പോൾ വളരെ മോശമായിപ്പം കാണാൻ. അപ്പോൾ അതിനൊരു ഭാഗ്യം വേണം. ആ മുഖത്ത് ആ പച്ച തേച്ച് അല്ലെങ്കിൽ ആ മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ആ തോന്നാനൊരു ഭാഗ്യം വേണം. സ്ത്രീ വേഷമായാലും ഏത് വേഷമായാലും, അത് എസ്പെഷ്യലി കഥകളി എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യം വേണം. അപ്പോൾ അതൊക്കെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ ഭാഗ്യം കിട്ടുകയാണ്. എനിക്കൊരു സംസ്കൃത നാടകം ചെയ്യാൻ പറ്റി, അതെല്ലാം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത്തരം ഭാഗ്യങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോഴും പൃഥ്വിരാജേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടനൊരു നോട്ട് ജസ്റ്റ് അബൌട്ട് സിനിമ, ലൈഫിൽ ജനറലി ഒരു ചൈൽഡ് ലൈക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ലാലേട്ടന്. ഒരു കുട്ടിയാണ് മനസ്സിലല്ലേ, ഒരു ആൻഡ് ഐ സേ ഇറ്റ് ഇൻ ദ നൈസസ്റ്റ് വേ. ഒരു കൊച്ചു കുട്ടിയാണ് ലാലേട്ടൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 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 ഭയങ്കര രസമുള്ളൊരു വീഡിയോ യൂട്യൂബിൽ വന്നു. അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതിയാണ്. മോനെ മോനെ കണ്ടോ, മോനെ യൂട്യൂബ് എന്തൊരു രസമാണ് മോനെ. ഞാൻ ഈ ലാലേട്ടനെ വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫോണിലല്ല നോക്കുക, ഞാൻ ലാലേട്ടൻ്റെ ഫേസിൽ നോക്കുക. ഇങ്ങനെ കൊച്ചു കുട്ടി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂപ്പര്. ഇപ്പോൾ ലൂസിഫർ വരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്നു, ഷോട്ട് എടുത്തിട്ട് തിരിച്ചു വന്ന് പുള്ളിക്കാരൻ മോണിറ്ററിൽ ഇങ്ങനെയൊക്കെയാണ്, സാർ ഞാൻ ആ ഷോട്ടൊന്ന് കണ്ടോട്ടെ. അപ്പം ഞാൻ കണ്ടോളൂ, അയ്യോ എന്തായാലും കണ്ടോ നമ്മൾ. അപ്പം ഞാനിങ്ങനെ ആരാധനയോടുകൂടി നോക്കുന്നുണ്ട്. എനിക്ക് ഇതെങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ആയി പോകുന്നത്? ഞാൻ ശരിക്കും ഒരു കൊച്ചുകുട്ടിയായതുകൊണ്ടായിരിക്കും. അല്ല, നമ്മുടെ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആണല്ലോ. ചൈൽഡ്, അഡൽട്ട്, പേരൻ എന്നൊക്കെ ഒരുപാട് ഡിഫറൻസിയേഷൻ ഉണ്ട് ഒരാളുടെ ലൈഫിൽ. ആ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ. അപ്പോൾ അത് എപ്പോഴും ഉണ്ടെങ്കിൽ വളരെ രസകരമാണ്. എപ്പോഴും എന്താണെന്ന് അറിയാനുള്ളൊരാഗ്രഹമാണ്, ഒരു കാണുന്നതിനൊരു പുതുമ, ഒരാളെ കാണുമ്പോഴെല്ലാം ഒരു 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 ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു കൗതുകം. ആ കൗതുകം മനസ്സിലുണ്ടെങ്കിൽ വളരെ സുഖമാണ്. അപ്പോൾ ആ കൗതുകം ഞാൻ കൊണ്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട്. എത്ര സംസാരിച്ചാലും മതിയാവില്ല നമുക്ക് കാര്യങ്ങളിലേക്ക്. ആസ് എ റൈറ്റർ, കാരണം ഒരു കോർട്ട് ഡ്രാമ ചെയ്യുന്ന ഒരു ജോലിയിൽ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത്, അപ്പോൾ അത് എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു? കാരണം അറിയുന്ന ഒരു കാര്യം അത് സിനിമയാവുക, ലാലേട്ടനെ പോലൊരു നടൻ അഭിനയിക്കുന്ന ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റുക, എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു? ഒരു ഉത്തരവാദിത്വമായിരുന്നു. ജിത്തു സാർ, ലാലേട്ടൻ, ഇവർ എല്ലാവരും ആശീർവാദ്. അപ്പോൾ ഇവരുടെ ഒരു ടീം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മേക്കിംഗ്, അങ്ങനെ ഒരു ആക്ടർ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷിക്കും. പ്രതീക്ഷയുടെ ഭാരം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല മനസ്സ് തരണം, നല്ല ബ്രെയിൻ തരണം, സന്തോഷമായിട്ടിരിക്കണം, അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളീ തുടങ്ങുന്നത്. അത് വളരെ ഭംഗിയായിട്ട് പോയി. പല സമയത്തും സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സാറ് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് കൂടെ നിന്നു. ആൻ്റണി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തായി. ആ കോള് എപ്പോഴും ഒരു പ്രചോദനമാണ്. ലാലേട്ടൻ കാണുമ്പോഴൊക്കെ ചോദിക്കും, എന്തായി നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇതെല്ലാം പ്രചോദനമായിരുന്നു. അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അറിയുന്ന ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ എൻ്റെ ഫ്രട്ടേണിറ്റിയിൽ ആളുകൾ കാണും, ശരിക്കും വക്കീലാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിരിക്കുമ്പോൾ അവരെല്ലാം പ്രൊസീജിയറിൽ എറേഴ്സ് മാക്സിമം കുറയ്ക്കുക. ഒരു വക്കീൽ ഒരു കോർട്ട് റൂം ഡ്രാമ ചെയ്യുമ്പോഴേക്കും ഓതൻറ്റിക്കായിട്ട് ചെയ്യണം എന്നായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഫ്രട്ടേണിറ്റിയിൽ 6000 പേരോ അല്ലെങ്കിൽ 10000 പേരോ എന്നുള്ളതല്ല. പക്ഷെ അവർ പ്രതീക്ഷിക്കും ഞാൻ തിരിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു വിടുന്നതാണോ, ഞാൻ പഠിപ്പിച്ചു വിട്ടാണോ ഞാൻ ചെയ്തതെന്ന് അച്ഛനും അമ്മയും ചോദിക്കുന്ന പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ അതും എൻ്റെ മനസ്സിലുണ്ട്. അതിനോടും ഞാൻ നീതി പുലർത്തണം. ആ രീതിയിൽ മാക്സിമം ഓതൻറ്റിക്കായിട്ടും നീതിയോടും കൂടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിശ്വാസം. ബാക്കിയൊക്കെ നടക്കട്ടെ. ഈ നമ്മുടെ ദൃശ്യം സിനിമ എടുക്കുകയാണെങ്കിൽ ആ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും കമൽ സാർ ചെയ്യുന്ന കഥാപാത്രം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ശരിക്കും. ജോർജ് കുട്ടി കുറച്ചുകൂടി ജിത്തുരഞ്ജന പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പവറുള്ള ആളാണ്. കമൽ സാർ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഭയങ്കര പുള്ളിക്ക് എന്താ പറയുക, വളരെ റിലാക്സ് ആയിട്ട് ഇമോഷണലി ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ള ഒരാളായിട്ട് രണ്ട് രീതിയിൽ. ഒരു കഥാപാത്രം തന്നെ ശരിക്കും ചേട്ടൻ ആദ്യം എഴുതുമ്പോൾ ജോർജ് കുട്ടി തന്നെ ആയിരിക്കുമല്ലോ മനസ്സിൽ. അപ്പോൾ ഇങ്ങനെ മാറ്റം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നതിൽ അത് എത്രത്തോളം നമ്മളെ ശ്വാസം മുട്ടിക്കും? അല്ല, അതിനകത്ത് ആക്ച്വലി അത് ഒത്തിരി ഇരുന്ന് ചർച്ച ചെയ്ത ശേഷമാണ് നമ്മളങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് മീറ്റിൽ തന്നെ കമൽ സാർ പറഞ്ഞു, ദൃശ്യം കണ്ടു. കമൽ സാറിനെ
എൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ചലഞ്ച്, ഇതിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ലാൽ സാർ അത് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ കമൽ സാറിന് അത് ചെയ്യാൻ താല്പര്യമില്ല. കമൽ സാറിൻ്റെതായ രീതിയിൽ അതിനൊരു പുതിയ വേർഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിൽ തമിഴ് ഓഡിയൻസിൽ ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഇമോഷണൽ ആണ് അവർ. ഇപ്പോൾ ഈ ചില ബന്ധങ്ങളുടെ ഇത് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു സ്ലാങ് കൊണ്ടുവരിക, പിന്നെ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഞാൻ വിട്ടുപോയി, അത് അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെ റൈറ്റർ ആണ് അതിൻ്റെ പുള്ളിയാണ് എനിക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ കമൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കതൊക്കെ പുതിയ ഇൻഫോർമേഷനാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഒരു മഞ്ഞ സഞ്ചി ഇങ്ങനെ കൊണ്ട് കിടക്കും. പിന്നെ ഈ ഇതിൽ ഈ എന്താ പറയുക, നമ്മുടെ സിഗരറ്റ് പാക്കറ്റ് അന്നതിങ്ങനെ വലിക്കുമ്പോൾ അതിനകത്തൊരു പേപ്പർ കാണുമല്ലോ, അതിൽ കണക്ക് എഴുതി വയ്ക്കും. അങ്ങനത്തെ കാരണം ജോർജ് കുട്ടിയും പിശുക്കനാണ്, ക്യാരക്ടറും പിശുക്കനാണ്. അപ്പോൾ അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഞാൻ മാത്രമല്ല, എനിക്ക് ഇവർ തന്നു. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ, ഇവിടെ ഇങ്ങനെയൊക്കെ, ഇതിലേതാണ് ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിൽ മാറ്റാം, അങ്ങനെ ഡിസ്കഷനിലൂടെ അങ്ങനെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി ഇമോഷണലാകാം, ഇയാൾക്ക് കരയാം. ജോർജ് കുട്ടി ഒരിക്കലും കണ്ണു നിറഞ്ഞിട്ടില്ല, അത് അദ്ദേഹം പലയിടത്തും വിതുമ്പിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ അങ്ങനെ മാറ്റിയതാണത്. ഓക്കെ, ഈ ഇതിൽ ഈ ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ IG ശ്രീ സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം കുറേ പേര് ദൃശ്യം മോഡൽ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പിടിക്കാൻ എളുപ്പമാണെന്ന്, എളുപ്പമായിട്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സോഷ്യലി ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ഉത്തരവാദിത്വം കൊടുക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ ഉണ്ടോ? അതിപ്പോ പോസിറ്റീവ് അല്ലേ? ഇപ്പം ചെയ്ത കാരണം കാര്യങ്ങൾ അവർക്ക് എളുപ്പമില്ലേ? പക്ഷേ ഇത്രയും നാള് പറഞ്ഞത് കൊലപാതകം ചെയ്യുന്നു എന്നാണ്, ഇപ്പൊ അവർ പറഞ്ഞ ദൃശ്യം കാരണം എളുപ്പമായെന്ന്. അപ്പൊ പിന്നെ നല്ലതല്ലേ, ഇപ്പൊ പോസിറ്റീവ് ആയില്ലേ ദൃശ്യം? ഇതൊക്കെ ബേസിക്കലി അത് മനുഷ്യർ ബേസിക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. സിനിമ ഒരു മേക്ക് ബിലീഫാണ് സിനിമ. അതിനകത്ത് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചില അഭ്യാസമൊക്കെ കാണിച്ച് അങ്ങ് കടത്തിവിടും. പക്ഷേ അത് കണ്ടുകൊണ്ട് റിയൽ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് പിടിക്കപ്പെടും, ഉറപ്പാണ്. അത് പ്രേക്ഷകർ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കി. ഇതൊന്നും ഇതൊന്നല്ല, ഒരു സിനിമയും കണ്ടുകൊണ്ട് ഇത് ലൈഫിൽ അത് ട്രൈ ചെയ്യാൻ പോകരുത്. ജോർജ് കുട്ടി വീണ്ടും തിരിച്ചു വരും ഉടനെ? എനിക്കറിയില്ല, അറിയില്ല, നോക്കട്ടെ. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് ജോർജ് കുട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട്. പക്ഷെ പുള്ളി അങ്ങ് പിടിയായിരുന്നില്ല ജോർജ് കുട്ടി. ശരിക്കുള്ള ജോർജ് കുട്ടിയാണോ കഥാപാത്രം ജോർജ് കുട്ടി എനിക്ക് പിടുത്തം തരുന്നില്ല. കാരണം ജോർജ് കുട്ടിയാണ് ഇതിൻ്റെ അഗനിസ്റ്റ് നിൽക്കുന്നത്. എൻ്റെ കഥാപാത്രം ജോർജ് കുട്ടിയാണ് ഈ എൻ്റെ തേർഡ് പാർട്ടിന് അഗനിസ്റ്റ് നിൽക്കുന്നത്. അതിനെ എനിക്ക് ബ്രേക്ക് ചെയ്യണം, അതിൻ്റെക്ക് എനിക്ക് ആക്സസ് കിട്ടണം. ആ ജോർജ് കുട്ടിയിലേക്ക് എപ്പോൾ ആക്സസ് കിട്ടുന്നോ അപ്പം 3 ഉണ്ടാവും. അത് കിട്ടാത്തടത്തോളം കാലം പറ്റത്തില്ല. കാരണം ആ ജോർജ് കുട്ടീനെ നമുക്കറിയാമല്ലോ എന്താ ജോർജ് കുട്ടി. ആ ജോർജ് കുട്ടി തന്നെ ആയിരിക്കണം തേർഡിലും. ആ ജോർജ് കുട്ടിയിൽ മാറ്റം വന്നാൽ പടം നിൽക്കില്ല, സിനിമ നിൽക്കില്ല. അപ്പോൾ ആ ജോർജ് കുട്ടി എനിക്ക് ആക്സസ് തരണം. ഞാനും ജോർജ് കുട്ടിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ എനിക്ക് ആക്സസ് തരുന്നില്ല. സംഭവിക്കും, എന്തെങ്കിലും സംഭവിക്കും. ലാലേട്ടനെ സംബന്ധിച്ചോളം മലയാളത്തെ ഏത് നടനെ നോക്കിയാലും ഭയങ്കര ഡൈഹാർട്ടും ഭയങ്കര ഇഷ്ടത്തോടുള്ള കുറേ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ്. ഫാൻസ് എന്ന് നമ്മൾ ആ വാക്കിൽ നമ്മൾ ഒതുക്കുന്നില്ല. അപ്പോൾ അവർക്കേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ് നേര് എന്ന് പറയുന്നതും അതിനുശേഷം വരാനിരിക്കുന്ന ചിത്രങ്ങളും. അവരോട് ലാലേട്ടന് കുറേ കാലമായി അവരോട് സംസാരിച്ചിട്ടും ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ടും അവരോട് എന്താ ലാലേട്ടന് പറയാനുള്ളത് ഈ മൊമെന്റിൽ? അവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് നല്ല സിനിമ കൊണ്ടുവരികയാണ്. അവർ ഈ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇതിങ്ങനെ ഇത്തരത്തിലുള്ളൊരു സിനിമയാണ്. എല്ലാ സിനിമയ്ക്കും ഇപ്പോൾ മീശ പിരിച്ച് മുണ്ട് മടക്കി കുത്തി ഇപ്പം നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള സിനിമ കാണാനാണ് താല്പര്യം. അല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അതൊരു കാലഘട്ടത്തിൽ അങ്ങനത്തെ സിനിമകളുണ്ടായിരുന്നതാണ്. അല്ലാതെ എല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യാനൊരു മനസ്സ് അവർക്കുണ്ടാകണമെന്നാണ്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും സിനിമയും. അപ്പം നമ്മൾ എല്ലാ സിനിമയും ഏറ്റവും നല്ല സിനിമയായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇത്ര കാലം സിനിമയെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ കാണൂ, കണ്ടിട്ട് അതിനെ വിലയിരുത്തൂ. അത് നല്ലതാണെങ്കിൽ അതിനെ കൊണ്ടുപോകും.